ഞാൻ മേമലക്കാരൻ ബൈജു. പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഈ 2-3 ദിവസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഞാൻ നിൽക്കുന്നത് വന്നത് നമ്മുടെ പീരിമേടിൻ്റെ ഗ്ലെൻമേരി LMS അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അത് ആ വാർത്തയിൽ എന്ന് പറഞ്ഞാൽ കോട്ടയം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ കുറേ ചെറുപ്പക്കാർ ചേർന്ന് സാധാരണപ്പെട്ട കുട്ടികളെ റാഗിങ് ചെയ്തതിലൂടെ അതിൻ്റെ വേദനകൾ അനുഭവിച്ച ഒരു ഭവനത്തിലാണ് അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം അവരെ മാതാപിതാക്കളെ സമീപിക്കാൻ പോയപ്പോൾ അവർ നിരവധി ചാനലുകാരൊക്കെ വന്നപ്പോൾ അവർ വളരെയേറെ വിഷമത്തിലും പ്രയാസത്തിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താ, അവരെ ഞങ്ങൾക്കും മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്കും കൊച്ചനുജന്മാരുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ അവരെ വെളിപ്പെടുത്തുവാനായിട്ട് മറ്റു ചാനൽ കണ്ടത് കൊണ്ട് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. എന്നാലും അതിൻ്റെ വിഷമം എന്താണ് കാരണം എന്നറിയോ, സാധാരണപ്പെട്ട തോട്ടം തൊഴിലാളികളും അതുപോലെ സാധാരണപ്പെട്ട കുട്ടികളും പഠിക്കുവാനായിട്ട് ആശ്രയിക്കുന്നത് അവർക്ക് ഉന്നത നിലയിലും അല്ല മറ്റു ജോലികളിലൊക്കെ ചെയ്യുവാനായിട്ട് അവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതിലും വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. അത് കാശിൻ്റെ ഉങ്കിൽ അവരെന്തും ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടിൽ, കാരണം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് പീഡനത്തിന് ഇരയാക്കി വിടുന്നത്. പീഡനം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ജനങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ എന്താ പറയാൻ, ആ വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്കൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ് അത് അങ്ങനെ ഒരു മനുഷ്യനും മനസാക്ഷിയുള്ള ഒരു കുട്ടികളും ചെയ്യാത്ത ഒരു തരത്തിലാണ്, എന്ത് തരത്തിലാണ് അവർ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രതിഷേധം, ശക്തമായിട്ടുള്ള പ്രതിഷേധം ആ കുടുംബത്തിനൊപ്പം സാധാരണപ്പെട്ട ജനങ്ങൾക്കൊപ്പം ഞാനും ശബ്ദമുയർത്തുകയാണ്. എൻ്റെ വേദനകളും എൻ്റെ പ്രയാസങ്ങളും അതുപോലെ എൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ആ ക്രൂര പീഡനത്തിന് അർഹരായിരിക്കുന്ന ആ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാനായിട്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിയമപാലകരെല്ലാവരും അതിന് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ഗ്ലെൻമേരി എസ്റ്റേറ്റിലാണ്. അപ്പോൾ സാധാരണ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു ശാന്തമായ പ്രദേശമാണ് ഈ പ്രദേശം. അപ്പം പറയാൻ കാരണം ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളൊക്കെ ഇതിലേക്കൂടെ കളിച്ച് വളർന്നത്. കാരണം എൻ്റെ അച്ഛനൊക്കെ എൻ്റെ പേരപ്പനൊക്കെ താമസിക്കുന്ന ഈ പ്രദേശമാണ്. നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികൾ എല്ലാ സ്നേഹിതരൊക്കെ ഉള്ളതാണ് ഈ സ്ഥലം. സാധാരണ കുട്ടികൾ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്ത് ഒരു ഉന്നത നിലയിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയാണ് നിങ്ങളിപ്പം ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ വരും തലമുറകൾക്കും ഇതൊരു പേടി സ്വപ്നമായി മാറുന്ന ഈ പ്രവണത, പഠിക്കാൻ പിന്നെ താല്പര്യമുള്ളവർ അവരും പേടി സ്വപ്നത്തിലാൽ അവരുടെ പഠനവും നഷ്ടപ്പെടും. അപ്പോൾ മറ്റ് ആപത്തുകൾ ഇനി ഉണ്ടാകാതെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു മാതൃകയാകും. കുട്ടികൾക്കൊരു വീണ്ടും പഠിക്കുവാനായിട്ടുള്ള ആഗ്രഹവും ഉണ്ടാകും.